എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ, അതായത് പച്ചരി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തിരക്കുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ നേരം ഈ പച്ചരി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. കഴുകി വൃത്തിയാക്കി വേണം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ. അത് കഴിഞ്ഞ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ അരച്ചെടുത്തു. ആ അരച്ചെടുത്തതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാവ് 1 കപ്പ് വെള്ളത്തിൽ യോജിപ്പിച്ച് നമുക്കിതൊന്ന് കപ്പി കാച്ചിയെടുക്കാവുന്നതാണ്. ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീ ഓണാക്കി നമുക്കൊന്ന് കാച്ചിയെടുക്കാം, കപ്പി കാച്ചിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ ആ മാവെല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പം ആദ്യം അരച്ചെടുത്ത മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് അരച്ചെടുക്കാം. അതിനായിട്ട് ബാക്കിയുള്ള പച്ചരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ കാച്ചി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ് ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചെടുത്തതാണ്. ആ വേവിച്ചെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അരച്ചെടുക്കേണ്ടത് 1.5 കപ്പ് തേങ്ങയാണ്. അതായത് അധികം ഉണക്കത്തേങ്ങ എടുക്കരുത്, ഇച്ചിരി പച്ചത്തേങ്ങ തന്നെ എടുക്കുക. 1.5 കപ്പ് തേങ്ങ എടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മാത്രം ഈസ്റ്റും കൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് 1 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈസ്റ്റ് ഒന്നും അധികം അങ്ങ് ഉപയോഗിക്കാറില്ല. 1 ടീസ്പൂൺ ഈസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും 3-4 ഏലക്കയും ചേർത്ത് അരച്ചെടുത്തതാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് ഏലക്കയും കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. മാവ് അരച്ച് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദോശമാവിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതുപോലെ മാത്രം ഇരുന്നാൽ മതി. ഇനി മാവ് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇനിയും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു വലിയ പാത്രം എടുത്ത് അത് അടുപ്പത്ത് വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാവേ. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവും കൂടെ ഇറക്കി വയ്ക്കുക. തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേണം മാവ് അതിലേക്ക് വെക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. കാരണം ഓവനൊന്നും ഇല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓവൻ ഉണ്ടെങ്കിൽ അത് പ്രീഹീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. വലിയൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക, അതൊന്ന് ചൂടാക്കുക, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരച്ച മാവ് അതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് അടച്ച് ഒരു 2 മണിക്കൂർ നേരം മാത്രം വെച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ വെറും 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അടുപ്പത്തേക്ക് പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചു. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ മാവിൽ ജസ്റ്റ് ആ തവി വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനിയും ഇതിനകത്ത് കുമിളകൾ വരാനായിട്ട്, ഈ മാവിൽ ചെറിയ ചെറിയ കുമിളകൾ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ആ മാവിൽ ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു വശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറു തീയിൽ വെച്ചേ വേവിക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന അപ്പം വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ചെറു തീയിൽ വെച്ചേ വേവിക്കാവൂ എന്ന് പറയുന്നത്. ഈ കുമിളകളൊക്കെ വന്ന ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് തിരിച്ചിടുകയാണേ. കണ്ടല്ലോ, ഇപ്പം കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണേ. വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. ഇനിയും എള്ളൊക്കെ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ പഞ്ചസാര ഇച്ചിരൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാം. അല്ലെങ്കിൽ കറികൾ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.